السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمنا وزدنا علما نافعا. ربنا زدنا علما نافعا. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വിധത്തിൽ തഖ്വ പാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അവന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യവും പവിത്രവുമായ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരവും നോമ്പും ഒക്കെയുള്ള ഇബാദത്തുകൾ അതിന്റെ ന്യൂനതകളെ പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിലെ നായകൾ എന്ന വിഷയമാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സ്വർഗവും നരകവും അത് മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എന്താണ് നരകത്തിലെ നായകൾ എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചിരിക്കാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നായ, നരകത്തിൽ നായ ഉണ്ടോ? നരകം എന്ന് പറയുന്നത് മനുഷ്യർക്കും ജിന്നിനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു വിഭാഗം ആളുകളെ അവരുടെ നിന്ദ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവർ കിലാബു നാർ അല്ലെങ്കിൽ കിലാബു അഹ്ലി നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. അവർ നരകത്തിലെ നായകളാണ് എന്ന് നിന്ദിച്ചുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസാണ്. മുസ്ലിം സമുദായം അത് 73 വിഭാഗങ്ങളായി വേർപിരിയും എന്നുള്ളത്. ആ 73 വിഭാഗം ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 73 വിഭാഗം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിലൊരു വിഭാഗത്തെക്കുറിച്ച്, ഒരു ഘടകത്തെക്കുറിച്ച്, ഒരു വിഘടിത വിഭാഗത്തെക്കുറിച്ച് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ചില ഉത്ബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഹദീസിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അവരാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ വിഘടിത വിഭാഗം. ഇസ്ലാമിൽ നിന്ന് ഒന്നാമതായി പുറത്തു പോയിട്ടുള്ള വിഭാഗം ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം. അവരെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ പക്ഷം 20 രൂപത്തിലുള്ള ഹദീസുകളെങ്കിലും അവരുടെ സ്വഭാവം എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ്, ഭാവം എങ്ങനെയാണ്, അവരുടെ ആദർശം എങ്ങനെയായിരിക്കും എന്നൊക്കെ വിവരിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ 73 വിഭാഗങ്ങളിൽ കക്ഷികളിൽ നിന്ന് ഒരു കക്ഷിയെക്കുറിച്ച് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും വ്യക്തമായുമുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത നൽകിയിട്ടുള്ളത്. അത് ഖവാരിജുകൾ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിലാബുൻ നാർ, നരകത്തിന്റെ നായകൾ എന്ന് വിശേഷിപ്പിച്ച ഈ വിഭാഗം ആളുകളാണ്. വളരെ വിശാലമായി പറയേണ്ട ഒരു മേഖലയാണ്. നമുക്കറിയാം കക്ഷികൾ, ഭിന്നിച്ച കക്ഷികൾ അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ എന്നൊക്കെ പേരിൽ നമ്മൾ ഇവരെ കുറിച്ച് പഠിക്കാറുണ്ട്. ഖവാരിജുകളും മുഅ്തസിലകളും ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൽ നിന്ന് വിഘടിതമായ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. വ്യതിയാന കക്ഷികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വിസ്ഡം ബുക്സിൻ്റെത് കുറച്ച് വളരെ മുമ്പ് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഓരോ വിഭാഗത്തെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള പഠനമുണ്ട്. നമ്മൾ ഈ ഒരു വിഭാഗം ഉണ്ടായ കാലം മുതലുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നതിൽ വളരെ പ്രസക്തമെന്ന് തോന്നുന്ന 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോകാനാണ് ഇൻഷാഅല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഈ ഖവാരിജുകളുടെ ഉത്ഭവം എപ്പോഴാണ് എന്നതിനെ കുറിച്ച് അത് ഒരു സംഘമായി വരുന്ന 3 ഘട്ടങ്ങൾ സാധാരണ
പണ്ഡിതന്മാരൊക്കെ വിവരിക്കുന്നുണ്ട്. അതൊരു സംഘമായി, ഒരു ആദർശമായി, അല്ലെങ്കിൽ ഒരു ആദർശ സംഘമായി രൂപപ്പെടുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ സിഫീൻ യുദ്ധാനന്തരമാണ് എന്നതാണ് ഏറ്റവും ശരിയായ വീക്ഷണം. എന്നാൽ അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് ഉത്ബോധിപ്പിക്കാനും അവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഉണ്ടായ സാഹചര്യം ഒന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സംഗതിയാണ് അബ്ദുല്ലാ അൽ ഖുവൈസിർ എന്ന് പറയുന്ന ഒരു ചങ്ങാതി. അദ്ദേഹം മുനാഫിക്കാണ് എന്ന് ഫത്ഹുൽ ബാരിയിലൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള സുദീർഘമായ ഹദീസാണ്. ഹദീസിലെ വാചകങ്ങൾ വായിച്ചു പോകുന്നില്ല. യമനിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് സ്വർണം അത് മദീനത്തേക്ക് അയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മദീനത്തെ വ്യത്യസ്തങ്ങളായ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഓഹരി വെച്ചു. അങ്ങനെ ഓഹരി വെച്ചപ്പോൾ ചില ആളുകൾക്കൊക്കെ ചില അസംതൃപ്തി ഉണ്ടായി. അവരിങ്ങനെ അടക്കം പറഞ്ഞു, പ്രവാചകൻ നമ്മളെയൊക്കെ ഒഴിവാക്കുകയും നജ്ദിൽ നിന്ന് വന്ന മുസ്ലിം കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ഗോത്രങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കുകയും ചെയ്തു എന്ന ആളുകൾ അടക്കം പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലുമെത്തി. അവരുടെ അസംതൃപ്തിയെ പ്രവാചകൻ അഡ്രസ് ചെയ്തു. എന്നിട്ട് അവരോട് വിളിച്ച് അതിന്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി. അവരൊന്നുകൂടെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ അവരെ പിന്നെ കുറച്ചുകൂടെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി ഹിക്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് എന്ന് വിവരിച്ചു കൊടുത്തു. അങ്ങനെ വിവരിക്കപ്പെട്ടപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ച് അവരുടെ അസംതൃപ്തി അത് നീങ്ങുകയും ചെയ്യും. ഒരു ഹിക്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യത്തെ പരിപൂർണമായും വിശ്വാസികളൊക്കെ സ്വീകരിച്ചു. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ വ്യക്തി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്, വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുണ്ട്, ഇത്തഖില്ല, യാ മുഹമ്മദ് ഇത്തഖില്ല. ചില റിപ്പോർട്ടുകളിൽ യാ റസൂലല്ലാഹ് ഇഅ്ദിൽ അല്ലെങ്കിൽ ഇഅ്ദിൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ നീതി പാലിക്കണം, താങ്കൾ സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഞാൻ ഫമൻ യുതീഉല്ലാഹ് ഇദാ അസൈതുഹു, ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് റബ്ബിനെ സൂക്ഷിക്കുക? എന്നോട് റബ്ബിനെ സൂക്ഷിക്കാൻ ഇങ്ങോട്ട് പിന്നെ ഉപദേശിക്കുകയാണോ? ഞാൻ റബ്ബിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് റബ്ബിനെ സൂക്ഷിക്കുന്നത് ഈ ദുനിയാവിലുള്ളത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅ്മിനുനി അലാ അഹ്ലിൽ അർളി വലാ തഅ്മിനുനി, ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ ദീൻ എത്തിക്കാൻ വേണ്ടി അല്ലാഹു നിർഭയത്വത്തോടുകൂടെ ഏൽപ്പിച്ചത് തന്നെയാണ്, നീ എന്നിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യുന്ന ഒരു വിശ്വാസി എന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യം പറഞ്ഞാലും അതൃപ്തി രേഖപ്പെടുത്തി അത് പ്രവാചകൻ വിശദീകരിച്ചപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നല്ലാതെ പ്രവാചകനെ ചോദ്യം ചെയ്യുക, പ്രവാചകനെ അങ്ങോട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സ്വഹാബികൾക്ക് വളരെ വലിയ ദേഷ്യം അതുകൊണ്ടുണ്ടായി. ചില റിപ്പോർട്ടുകളിലൊക്കെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്നു, ചില റിപ്പോർട്ടുകളിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്നു. പ്രവാചകരെ അങ്ങ് അനുവദിച്ചാൽ ഞാൻ ഇവനെ കൊല്ലാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവദിക്കാതെ പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യമാണ് ഇന്ന മിൻ ലിഹാദാ ഖൗമൻ, ഇവന്റെ അനന്തരാവകാശികളായി ഒരു സമൂഹം കടന്നു വരാനുണ്ട്. പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ അവർ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും, അവർ ഖുർആൻ പാരായണം ചെയ്യും, അവരുടെ തൊണ്ടയിൽ അപ്പുറത്തേക്ക് ഖുർആൻ പാരായണം ഇറങ്ങുകയില്ല. എന്നിട്ട് ഒരുപാട് വിവരണങ്ങൾ വ്യത്യസ്തങ്ങളായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാന പ്രവാചകൻ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത് യംറുഖൂന മിനൽ ഇസ്ലാം മുറൂഖ സഹ്മി മിനർ റമിയ്യ, അവരൊരു ഇരയുടെ ദേഹത്തുകൂടെ അമ്പ് തുളച്ച് കയറുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗമാണ് ഇവന്റെ അനന്തരാവകാശികളായി പിന്തുടർച്ചക്കാരായി വരുന്ന ആളുകൾ. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ, അവർ ബിംബാരാധകരായ ആളുകളെ വെറുതെ വിടും, എന്നിട്ട് മുസ്ലിമീങ്ങളെ കൊല്ലും. ലിഅൻ അദ്റക്തുഹും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ഇത്തരം കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും ഇവരുടെ വിശേഷണങ്ങളായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് നരകത്തിലെ നായകളായ ഖവാരിജുകളുടെ തുടക്കം എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഹദീസിലൂടെ പഠിപ്പിച്ചത്. ഇവന്റെ പിൻഗാമിയായി വരുന്ന ആളുകളെ കുറിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉത്ബോധനങ്ങൾ നൽകുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ഘട്ടം.
ഖവാരിജികളുടെ പിന്നെ ളുഹൂർ അവർ പുറത്തു വരുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തന്നെ ചോദ്യം ചെയ്ത് പ്രവാചകനെ തന്നെ ഉപദേശിച്ച് പ്രവാചകന്റെ തീരുമാനത്തെ അംഗീകരിക്കാതിരുന്ന അബ്ദുല്ലാഹിൽ നിന്ന് തുടങ്ങുന്നതാണ്. അതിന്റെ രണ്ടാമതൊരു ഘട്ടം പ്രകടമാകുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലാണ്. ആ സമയത്തും ഖവാരിജിയത്ത് ഒരു സംഘമായി ഉണ്ടായി വന്നിട്ടില്ലെങ്കിൽ കൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളിലെ ഒരു വിഭാഗത്തിൽ നിന്ന് വധിക്കപ്പെട്ടതാണ്. നമുക്ക് അറിവുള്ളത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകർതൃത്വത്തിൽ അദ്ദേഹം വീഴ്ച വരുത്തി എന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിപ്ലവമുണ്ടാക്കി ഇസ്ലാമിക നേതൃത്വത്തിനെതിരെ തിരിഞ്ഞ് ഒരുപാട് കലുഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ദിവസം ഗരാവോ ചെയ്ത് അദ്ദേഹത്തെ പിന്നെ ഉപരോധിച്ച് അങ്ങനെയാണ് വധത്തിന് ഇരയാക്കുന്നത്, വധിച്ചു കളയുന്നത്. ഈ വധത്തിന്റെ പിന്നിലും യഥാർത്ഥത്തിൽ ഖവാരിജിയത്തിന്റെ ഈ പറഞ്ഞ ചിന്തകൾ തന്നെയാണ്. അവർ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നിടത്തേക്കുള്ള കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. മൂന്നാമത്തെ ഘട്ടമാണ് അവരൊരു സംഘമായി, ഒരു ആദർശ സംഘമായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഒരു വിഭാഗമായി രൂപീകരിക്കപ്പെടുന്നത്. ഇസ്ലാമിലെ ഒന്നാമത്തെ വിഘടിത വിഭാഗമാണ്, ഭിന്നിച്ച കക്ഷിയാണ് ഖവാരിജികൾ. അത് രൂപപ്പെടുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഉണ്ടായ രാഷ്ട്രീയപരമായ കാര്യം നമുക്കൊക്കെ നന്നായി അറിവുള്ളതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്, ശേഷമാണ് ഒരു ഖലീഫയെ തീരുമാനിക്കേണ്ടത് എന്ന അഭിപ്രായക്കാരനായിരുന്നു മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകട്ടെ അദ്ദേഹം പറഞ്ഞു, എന്റെ മുൻഗാമികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുമൊക്കെ എങ്ങനെയാണോ ബൈഅത്ത് ചെയ്യപ്പെട്ടത് അതുപോലെ ബൈഅത്ത് ചെയ്യപ്പെട്ട ഖലീഫയാണ് ഞാനും. അതുകൊണ്ട് എന്റെ പിന്നെ വിവേചനാധികാരത്തിലാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ പേരിൽ നടന്നിട്ടുള്ള ചില നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് സിഫീൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ സിഫീൻ യുദ്ധത്തിന്റെ പര്യവസാനം നമ്മൾ മനസ്സിലാക്കിയതുപോലെ തഹ്കീമിലാണ് അത് അവസാനിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തിൽ നിന്ന് ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഖുർആൻ പറഞ്ഞ മസ്ലഹത്തിലേക്ക് വരാമെന്ന് ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥരായിക്കൊണ്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും രണ്ടു കൂട്ടരും പിന്നെ ഉഭയകക്ഷിയോടുകൂടി തീരുമാനിച്ചു. അങ്ങനെ അവർ കൂടി തീരുമാനിച്ചത് ഇപ്പൊ തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയേണ്ടതില്ല, അല്പം സാവകാശത്തിൽ റമളാൻ വന്നിട്ട് തീരുമാനിക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. ആ തീരുമാനത്തെ, ഈ മധ്യസ്ഥരുടെ തീരുമാനത്തെ രണ്ടു ഭാഗവും അംഗീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടെയാണ് ഖവാരിജികൾ എന്ന് പറയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലെ നായകൾ എന്ന് പറഞ്ഞ വിഭാഗം അവർ ഒരു സംഘമായി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അങ്ങനെ മനുഷ്യർ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല. അള്ളാഹു മാത്രമേ ഹുക്മ് പറയാൻ അവകാശമുള്ളവനുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളും ഇവിടെ വിധിക്കാൻ പാടില്ല എന്ന് ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ മസ്ലഹത്തിന്റെ ശ്രമങ്ങൾ അത് തീർത്തും തെറ്റാണ്, അത് ഇസ്ലാമിനെതിരാണ്, അങ്ങനെ ചെയ്യുന്നവർക്ക് കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ പെടുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സംഘത്തിനും നേതൃത്വം കൊടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളിലെ പ്രഗൽഭരായ ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച ആളുകൾ അടക്കം ഖലീഫ ഖുലഫാഉർ റാഷിദീൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ുള്ള സ്വഹാബികൾ കാഫിറാണ് എന്ന് കൂട്ടർ പ്രഖ്യാപിച്ചു. അങ്ങനെ അവരൊരു വിഭാഗമായി അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മാറി നിന്ന് ഒരു സംഘമായി മാറി അവർ നെഹ്റുവാൻ തീരത്തേക്ക് ചെന്ന് അവരവിടെ ഒരു സാമ്രാജ്യം പോലെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ തുടങ്ങി. പല നിലക്കുമുള്ള കാര്യങ്ങൾ അതിൽ നടക്കുന്നു. അത് നമ്മുടെ വിഷയവുമായി ബന്ധിപ്പിച്ച് സംസാരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിലൊരു ഇനിഷ്യേഷൻ എടുത്ത് അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇങ്ങനെ പോയ ആളുകളോട് സംസാരിച്ച് അവരുടെ ദീനിലേക്ക് കൊണ്ടുവരണം.
മുതിർന്ന സ്വഹാബികൾ പലരും അദ്ദേഹത്തെ വിലക്കി. കാരണം ഇക്കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ നമുക്ക് പിന്നെ മുന്നറിയിപ്പ് തന്നിട്ടുള്ള വിഭാഗം ആളുകളാണ്. അവരോട് തർക്കിക്കാൻ പോകുന്നത് ഗുണകരമല്ല എന്ന് പറഞ്ഞെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നസീഹത്ത് കൊണ്ട് അദ്ദേഹം ഈ വിഭാഗം ആളുകളെ നേരിടാൻ ആശയപരമായി നേരിടാൻ വേണ്ടി ചെന്നു. അങ്ങനെ അവരുമായി സംസാരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാചകം കദ അതൈതുകും മിൻ ഉമ്മി സ്വഹാബത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുഹാജിരീന വൽ അൻസാർ. പരിശുദ്ധ ഖുർആൻ മുൻഗാമികൾ എന്ന് പറഞ്ഞ് മുൻകടന്നു എന്ന് പറഞ്ഞ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബികളുടെ പക്കൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ആ കൂട്ടത്തിൽ ആരുണ്ട്? മിൻ ഇൻദി ഇബ്നു അമ്മി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനും മരുമകനും അതുപോലെ തന്നെ എളാപ്പയുടെ പുത്രനുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ട്. വഅലൈഹി നസലൽ ഖുർആൻ, അവർക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിലെ ഒന്നാമത്തെ അഭിസംബോധിത സമൂഹം ആ സ്വഹാബികളാണ്. അവരുടെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഹുവ അഅലമു ബിതഅവീലിഹി മിൻകും, നിങ്ങളെക്കാൾ നന്നായി ആ ഖുർആൻ തഫ്സീർ പറയാൻ അർഹതയുള്ള വിഭാഗം അറിവുള്ളവർ ആ സ്വഹാബികളാണ്. വലൈസ ഫീകും മിൻഹും അഹദൻ, അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഖവാരിജുകളായി പോയവരുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഈ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അദ്ദേഹത്തെ നോക്കി പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വലൈസ ഫീകും മിൻഹും അഹദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പറഞ്ഞ സ്വഹാബികളിൽ നിന്ന് ഒരാൾ പോലുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ തന്നെ ഒന്നാമത്തെ വ്യതിയാന കക്ഷി ഉണ്ടാകുമ്പോൾ ആ വ്യതിയാന കക്ഷി ഉണ്ടായതിൽ തന്നെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാൾ പോലും ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെ അവർ വഴികേടിന്റെ പാതയിലാണ് എന്നതിന്റെ ഏറ്റവും നല്ല അടയാളമായിരുന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് നടത്തുന്ന പ്രധാനപ്പെട്ട സംവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വാദങ്ങൾ? അവർ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞത് അത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹു അല്ലാതെ ഇവിടെ വിധി കൽപ്പിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞത് നേരെ എടുക്കുകയല്ലാതെ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് ഒരു വിധിയിലേക്ക് എത്താൻ രണ്ടാളെ നിർണ്ണയിക്കുക എന്നത് തെറ്റാണ്. അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് വിധി പറയാൻ അവകാശം കൽപ്പിക്കലാണ്. അങ്ങനെ ചെയ്താൽ കുഫ്റാണ് എന്ന് അവരുടെ വാദം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 2 ആയത്തുകൾ ഓതി അവരുടെ ആദർശത്തിന്റെ അവർ പറഞ്ഞ ആദർശത്തിന്റെ മുനമ്പൊടിച്ചു കളഞ്ഞു. ഒന്ന് സൂറത്തുൽ മാഇദയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല. ഇനി ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അങ്ങനെ ഇഹ്റാമിലായിരിക്കെ വേട്ടയാടി ഒരു മൃഗത്തെ കൊന്നാൽ ഫജസാഉ മിസ്ലു മാ ഖതല മിനൻ നഅമി യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, നിങ്ങൾ എന്താക്കണം? അതിനെന്താണ് പിന്നെ കഫാറത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ കൊന്ന ആ മൃഗത്തിനോട് കിടപിടിക്കുന്ന അതിന്റെ വില പിടിക്കുന്ന 2 പിന്നെ പിടിക്കുന്ന ഒരു കന്നുകാലിയെ നിങ്ങൾ അറക്കണം. അപ്പൊ ഞാൻ കൊന്നത് ഇപ്പൊ ഒരാള് അങ്ങനെ ഇഹ്റാമിലിരിക്കെ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ വേട്ടയിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നിട്ട് കൊന്നൊരു മൃഗം ചിലപ്പോൾ നല്ല വില ഉള്ളതായിരിക്കും. അപ്പൊ ഞാൻ തീരുമാനിക്കണം അതിനോട് വില വരുന്നത് ഈ ചെറിയൊരു ആടാണ് എന്ന് ഞാൻ തീരുമാനിക്കാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നീതിയോടുകൂടെ സംസാരിക്കുന്ന 2 ആളുകളെ ഈ വിഷയത്തിൽ പിന്നെ വിധി പറയാൻ നിങ്ങൾ തെരഞ്ഞെടുക്കണം. എന്നിട്ട് അവര് പറയണം ഈ കൊന്നത് ഇന്ന മൃഗമാണോ, എന്നാൽ പകരം കഫാറത്തായി അറുക്കേണ്ടത് ഇന്ന മൃഗത്തെയാണ് എന്ന് അവർ നിർണ്ണയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ, ഒരു കൺഫ്യൂഷനെ വിധി കൽപ്പിക്കാൻ അല്ലാഹു തന്നെ മനുഷ്യരെ സ്വീകരിച്ചോളാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരായത്ത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് സൂറത്തു നിസാഇൽ അല്ലാഹു പറഞ്ഞു വൈൻ ഖഫ്തും ശിഖാക ബൈനഹുമാ, ഇനി 2 ആളുകൾ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്, അങ്ങനെ നിക്കാഹ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇനി ആ പ്രശ്നം ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മധ്യസ്ഥൻ, ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിർണയിച്ച് ഈ കാര്യത്തിൽ ഒരു മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഖുർആൻ തന്നെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് മതപരമായി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി 2 ആളുകൾ നിശ്ചയിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കെ ആ വാദം തെറ്റാണ് എന്ന് അദ്ദേഹം വാദിച്ചു, അത് സ്ഥാപിച്ചു.
അങ്ങനെ വേറെ 2 കാര്യങ്ങൾ കൂടെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ 2 കാര്യങ്ങൾ കൂടെ പറയപ്പെട്ടപ്പോൾ ഈ വിഭാഗം ഒന്നാകെ ഈ ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് ഏകദേശം 2000 ചില്ലാനം വരുന്ന അതിൽ വരുന്ന അധികം ആളുകൾ അപ്പോൾ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് ഖവാരിജിയത്തിൽ നിന്ന് മടങ്ങി വന്നു എന്നും ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വീണ്ടും അലി റളിയല്ലാഹു അൻഹു നെഹ്റുവാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിഭാഗവുമായി ആശയപരമായും അതുപോലെ തന്നെ സംഘടനത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട് ചരിത്രത്തിന്റെ ഇഷ്ടഭാഗത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെയാണ് ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉടലെടുത്തത്. പിന്നീട് ഈ വിഭാഗം അവർ ആശയപരമായും അതുപോലെ തന്നെ സംഘം ബലം കൊണ്ടുമൊക്കെ നന്നായി ശക്തി പ്രാപിച്ചു വന്നിട്ടുണ്ട്. അവർ ഇസ്ലാമിക ഭരണകൂടത്തിന് എല്ലാ കാലഘട്ടത്തിലും വലിയ തലവേദനയായിട്ടുണ്ട്. ഇന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിക ഭരണകൂടങ്ങളെ സംബന്ധിച്ചും ഖവാരിജുകൾ എന്ന് പറയുന്നത് വലിയ തലവേദനയായി തന്നെ തുടർന്നു വരുന്നുണ്ട്. ഈ വിഭാഗക്കാരുടെ പ്രധാനപ്പെട്ട ആദർശങ്ങൾ ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർ പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അൽ ഖുറൂജു അലൽ അഇമ്മ, ഇസ്ലാമികപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തെ ഇസ്ലാമിക ഭരണ നേതൃത്വത്തിനെതിരെ വിപ്ലവം നയിക്കുക എന്നത് ഇവരുടെ എപ്പോഴും ഉള്ളിലുള്ള ഒരു ആദർശമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇത് പറഞ്ഞു തുടങ്ങിയ വ്യക്തി മുതൽ ഇങ്ങോട്ട് ഈ ഖവാരിജിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അവർ ഈ പ്രവാചകന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിലും ഇക്കാലഘട്ടത്തിലാണെങ്കിലും എങ്ങനെയാണ് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായ രൂപം ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മൾ പഠിച്ചു നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെടുന്ന മാതൃകയിലല്ല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത്. ആ മാർഗത്തിലല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സമവായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ മുസ്ലിമുകളുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഭരണാധികാരിയായി അംഗീകരിച്ചു കൊള്ളണം. ഇസ്ലാമിക ഭരണാധികാരിയായി അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എത്ര തെമ്മാടിയാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ അദ്ദേഹം കൽപ്പിക്കാത്ത കാലത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തെ അനുസരിക്കുക, അദ്ദേഹത്തെ കേൾക്കുക എന്നത് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണ്. ഒരിക്കലും അത്തരം ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കുക എന്നത് ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം അഖീദത്തു അഹ്ലുസുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം രചിച്ചിട്ടുള്ള അഖീദത്തു സുന്നയിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം പറയുന്നതിൽ ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞ കാര്യം അഹ്ലുസുന്ന ഒരിക്കലും മുസ്ലിം നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കുക എന്നത് അവരുടെ രീതിയില്ല. കാരണം അത് ഒരുപാട് ഫിത്നകളാണ് അവർക്കുണ്ടാക്കി തീർക്കുക. നിർഭയത്വം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഒരു ഭരണാധികാരി അദ്ദേഹം നിരപരാധിയായ ആളുകളെ കൊല്ലുന്ന സ്വഭാവമുള്ള ഒരു തെമ്മാടിയായ ഭരണാധികാരിയാണ് എന്ന് വെക്കുക. അദ്ദേഹത്തിനെതിരെ വിപ്ലവം നയിച്ചാൽ ഉണ്ടാവുന്നത് എന്താണ്? ഒരു ദിവസം 100 ആളെ കൊല്ലുന്ന അദ്ദേഹം വിപ്ലവത്തിലൂടെ 1000 ആളെ കൊല്ലാനേ അത് കാരണമാക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പിന്നെ പണ്ഡിതന്മാരൊക്കെ അത് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഖവാരിജികളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ആദർശം എന്ന് പറയുന്നത് ഇത്തരം ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്, അത് പുണ്യകരമായ കാര്യമാണ് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഇസ്ലാമിന്റെ നേതൃത്വത്തോട് പോലും നീതി കാണിക്കണമെന്ന് പരസ്യമായി പിന്നെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം അവരെടുത്ത് കാണിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ബഹുമാനിയായ സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വിശാലമാക്കി കൊടുത്ത പ്രവാചകന്റെ സ്വഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കിണർ വില കൊടുത്തു വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്ത സ്വഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ ഒരുക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ തന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തിയ സ്വഹാബിയെ നിർദ്ദാരുണം വധിച്ചു കളയുന്നിടത്തേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചത്. അതുകൊണ്ട് അൽ ഖുറൂജു അലൽ അഇമ്മ സ്ഥിരീകരിക്കപ്പെട്ട മുസ്ലിം നേതൃത്വത്തിനെതിരെ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കുക എന്നത് ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട ആദർശം അത്തരം ആളുകൾക്കെതിരെ വിപ്ലവം നയിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് തക്ഫീറുഹും ലിസ്വാഹിബിൽ കബീറ, വൻപാപങ്ങൾ ചെയ്ത ആളുകൾ അവർ ദീനിൽ നിന്ന് പുറത്താണ് എന്നാണ് അവരുടെ വാദം.
വൻപാപങ്ങൾ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപമായി പഠിപ്പിച്ച 7 സബൂൽ മുബിക്കാത്തുകൾ ഉണ്ട്. ഇനി അതിൽ പെടാത്ത വൻപാപങ്ങളുണ്ട്. അതിൽപ്പെടാത്ത വൻപാപങ്ങളുണ്ട്. വലിയ ഗൗരവപരമായ ശിക്ഷാ വാഗ്ദാനവും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ള ശിക്ഷകളും തിന്മകളും ഒക്കെ അത് വൻപാപത്തിനാണ് പണ്ഡിതന്മാരെണ്ണുക. ഈ വൻപാപം ചെയ്യുന്ന ആളുകൾ കുഫ്ർ സംഭവിക്കുന്നവരാണ് എന്നാണ് അവരുടെ വാദം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കുഫ്ർ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേറെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശിർക്കും കുഫ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അവൻ എത്ര തെറ്റ് ചെയ്താലും അവൻ അഹ്ലുൽ കിബ്ലയിൽ പരിഗണിക്കപ്പെടണം. അവൻ മുസ്ലിമാണ്. അവനോട് നമ്മൾ സലാം പറയണം. ആ സലാം പറഞ്ഞാൽ നമ്മൾ മടക്കണം. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള 6 ബന്ധങ്ങൾ അല്ലെങ്കിൽ 6 കടമകൾ പരസ്പരം നിറവേറ്റപ്പെടണം. അവൻ മരണപ്പെട്ടാൽ മുസ്ലിമീങ്ങളുടെ ഖബറടത്തിൽ ഖബറടക്കണം. അവൻ മരണപ്പെട്ടാൽ ഒരു വ്യക്തിയെങ്കിലും അവന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും കുറ്റക്കാരാകും. അങ്ങനത്തെ സ്ഥാനം കൊടുക്കേണ്ട വ്യക്തി തന്നെയാണ് എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഒരാളിൽ നിന്ന് വൻപാപം അദ്ദേഹം ചെയ്തു പോയി. വ്യഭിചരിക്കുന്നതോട് ദീനിൽ നിന്ന് പുറത്താണ്. ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ. ഒരാൾ വ്യഭിചരിച്ചാൽ പിന്നെ അവൻ സ്ഥാലാകാലം നരകത്തിൽ കിടക്കാൻ വിധത്തിൽ അർഹതയായിരിക്കുന്ന തിന്മയിൽ അവൻ ചെന്നപ്പെട്ടു. അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി എന്നാണ് അത്തരം ആളുകൾ പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞു, വകാനത് അൽ ബിദ്ഉൽ ഊല, ഒന്നാമത്തെ ബിദ്അത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അത് മിസ്ല ബിദ്അത്ത് അത് ഖവാരിജുകൾ കൊണ്ടുവന്ന ബിദ്അത്ത് പോലെയാണ്. അതെന്താണ് അതിന്റെ പ്രത്യേകത? ഇന്നമാ ഹിയ മിൻ സൂഇ ഫഹ്മിഹിം ലിൽ ഖുർആൻ. അവർ ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് അവർക്ക് വന്ന പിഴവാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാകിൻ ഫഹിമു മിൻഹു ലം യദുല്ല അലൈഹി. ഖുർആൻ എന്താണോ ഉദ്ദേശിക്കാത്തത് ആ ഉദ്ദേശിക്കാത്ത അർത്ഥം അവർ പറയും. കാരണം അവർ മുൻഗാമികളെ അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെ അവർ പഠിക്കാൻ തയ്യാറാവുകയില്ല. അവർ ഇത് സംരക്ഷിക്കപ്പെട്ട ഒരു വിഭാഗത്തെ അവലംബിക്കാൻ, സ്വഹാബികളെ അവലംബിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ഖുർആനിൽ അവർ മനസ്സിലാക്കുന്ന അർത്ഥം അവർ പറയും. അങ്ങനെയാണ് അവർ വഴിപിഴച്ചു പോയത്. എന്നിട്ടോ തിന്മകൾ വന്നു പോകുന്ന ആളുകളെ കുഫ്റാണ്, അവർ കാഫിറാണ് എന്ന് പറയും, നിർബന്ധമാണ് എന്ന് അവർ പറയും. ഇത് കാനൽ മുഅ്മിനു ഹുവൽ ബർറുൽ തഖി ഖാലു ഫമൻ ലം യകുൻ ബർറൻ തഖിയൻ ഫഹുവ കാഫിറുൻ വഹുവ മുഖല്ലദുൻ ഫിന്നാർ. ഒരാൾ നന്നായി നിസ്കരിക്കുന്ന വ്യക്തിയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്, രഹസ്യവും പരസ്യവുമായി സ്വതക്ക കൊടുക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കാം. വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിന്റെ ശേഷവും അദ്ദേഹം നിസ്കരിക്കുന്ന വ്യക്തിയാണ്, സൂക്ഷ്മത പുലർത്തുന്ന വ്യക്തിയൊക്കെയാണ്. ഒരു ദുർബല സാഹചര്യത്തിൽ ഒരു തിന്മക്ക് വഴിപ്പെട്ടു. എന്നാൽ ഖവാരിജുകളുടെ നിലപാട് പ്രകാരം അവർ ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ, സ്ഥിരവാസം നരകത്തിൽ കിട്ടാൻ പാകത്തിൽ അവർ ഈ ദീനിൽ നിന്ന് അകന്നുപോയവരാണ്, മാറിപ്പോയവരാണ് എന്നാണ് അവരുടെ ആദർശം. അതൊരിക്കലും ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്ന ആദർശമല്ല. നമ്മളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നതും മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നതും രണ്ട് വിഭാഗക്കാരാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രകടമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും ബാഹ്യമായി ഇസ്ലാമിക കർമ്മങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്യുന്നവരൊക്കെ നമ്മൾ അവരെ ഇസ്ലാമിന്റെ അകത്തായി പരിഗണിക്കും. അവർ നമ്മുടെ അഹ്ലുൽ ഖിബ്ലയുടെ പരിധിയിൽ വരുന്ന ആളുകളാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു പടി കൂടെ കടന്നുള്ള ഒരു കാറ്റഗറിയായി നമ്മൾ മനസ്സിലാക്കും. മൂന്നാമത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ പിഴച്ച വാദം എന്ന് പറയുന്നത് ഇസ്തിഹ്ലാലുഹും ലിദിമാഇൽ മുസ്ലിമീന ബിഗൈരി ഹഖ്ഖിൻ. അള്ളാഹു നിർണയിച്ച ചില സബബുകളെ കൊണ്ട് മാത്രമേ മുസ്ലിം മനുഷ്യരുടെ രക്തം അത് ഹലാലാവുകയുള്ളൂ. മുസ്ലിമീങ്ങളുടെ രക്തം, അവരുടെ അഭിമാനം, അവരുടെ സമ്പത്ത്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ ഖുതുബയിൽ നടത്തിയിട്ടുള്ള ഉത്ബോധനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിമാഅക്കും നിങ്ങളുടെ രക്തം, വ അംവാലക്കും നിങ്ങളുടെ സമ്പത്ത്, വ അഅറാദക്കും നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ അലൈക്കും നിങ്ങൾക്കിടയിൽ അത് പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. അന്യായമായി സമ്പത്ത് കൈകടത്തി എടുക്കാൻ പാടില്ല. ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ പാലിക്കേണ്ട നിയമമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് മുസ്ലിമായ വ്യക്തിയുടെയും രക്തം അവരെ സംബന്ധിച്ച് ഹലാലാണ്. എത്രത്തോളം ബുലൂഗെത്താത്ത ഒരു കുട്ടിയാണെങ്കിൽ പോലും അവർ ഖവാരിജിയത്തിന്റെ ആശയം വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർ കാഫിറുകളാണ്. അവരെ യുദ്ധത്തിലും അല്ലാതെയും കൊല്ലാം എന്നാണ് അവർ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. വളരെ ഗുരുതരമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നതിൽ തർക്കമില്ല. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം തക്ഫീറുഹും ബിബഅദി കിബാരി സ്വഹാബ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്വഹാബികളിൽപ്പെട്ടവർ തന്നെ കാഫിറാണ് എന്ന് അവർ വാദിക്കും.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും അശറത്തുൽ മുബശ്ശിറൂനിൽ പെടുന്ന സ്വഹാബികളാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത ഖുലഫാഉർ റാഷിദീൻപ്പെട്ട ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹും. ഇവർ രണ്ടുപേരും കാഫിറുകളാണ് എന്നാണ് അവർ പറയുന്നത്. മുആവിയ ഇബ്നു അബീ സുഫിയാൻ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ സ്വഹാബികളും കാഫിറുകളാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബികളിൽ നിന്ന് ഒരാൾ പോലും ഖവാരിജിയത്തിന്റെ ആദർശം സ്വീകരിച്ച് പോയിട്ടില്ല. അവരുടെ ആദർശം സ്വീകരിക്കാത്തവരൊക്കെ കാഫിറുകളാണ്. കാരണം എന്താണ്? കാരണം ചെറിയ തിന്മ ചെയ്താൽ തന്നെ അവർ കുഫ്റിൽ സംഭവിക്കുന്നവരാണ്. അതാണ് ഖവാരിജികളുടെ ആദർശം. ചെറിയ സംഭവിക്കാത്തവരുടെ ആരും ഉണ്ടാവുകയില്ല. അതോടൊപ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു തമ്മിൽ അവർ മസ്ലഹത്തിന് വേണ്ടി എടുത്ത തീരുമാനമാകുന്ന തഹ്കീം അതെല്ലാ സ്വഹാബികളും അംഗീകരിച്ചു. അവർക്കിടയിൽ ആ പ്രശ്നത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി തഹ്കീമിനെ ഒരു കാരണമായി ഒരു സബബായി എല്ലാവരും അംഗീകരിച്ചു. അത് അംഗീകരിക്കുന്നതോടുകൂടെ തന്നെ അള്ളാഹുവിന് പുറമെ ഒരു ഹാക്കിമിനെ അവർ സ്വീകരിച്ചു എന്ന അർത്ഥത്തിലും അവരിൽ കുഫ്ർ സംഭവിച്ചു എന്നാണ് ഇത്തരം ആളുകൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഹദീസ് നിഷേധിക്കുന്ന ഇവരാണ്. ഖുർആനിനെ വികലമായി പരിചയപ്പെടുത്തുന്ന ഇവരാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം തെറ്റുകളും കുറ്റങ്ങളും ഈ കൂട്ടരുടേതായി പിന്നെ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 അവരുടെ സ്വഭാവത്തെ, അവരുടെ ആദർശത്തെയാണ് നമ്മൾ ഇവിടെ ഉദ്ധരിച്ചത്. ഈ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞല്ലോ, ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴച്ച കക്ഷികളെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നത് ആകെ ഖവാരിജികളെ കുറിച്ച് മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങിയ പക്ഷം ഒരു 20 ഹദീസുകളെങ്കിലും ഇവരുടെ സ്വഭാവങ്ങളും വിശേഷണങ്ങളും ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഗുണങ്ങളാണ്. പക്ഷേ ആ സ്വഭാവങ്ങൾ പറയുന്ന ഹദീസുകൾ ചുരുങ്ങിയത് 20 എണ്ണമെങ്കിലും സ്വഹീഹും ഹസനും ഒക്കെയായി തെളിവിന് യോഗ്യമായ ഹദീസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ കുറഞ്ഞ സംഗതികൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ വാചകവും അതിന്റെ വിശദീകരണവും പണ്ഡിതന്മാരും പറഞ്ഞു പോകാം. നമുക്ക് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി ഫീ ആഖിരി സമാനി ഖൗമുൻ, ഒരു സമൂഹം അവസാന നാളാവുമ്പോൾ വരും. അവരുടെ പ്രത്യേകത എന്താണ്? ഹുദസാഉൽ അസ്നാനി, അതുപോലെ സുഫഹാഉൽ അഹ്ലാം. അവർ പ്രായം കൊണ്ട് പുതിയവരാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് ഉണ്ടാവുക. ഖവാരിജികളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരാണ് എപ്പോഴും ഉണ്ടാവുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നെഹ്റാനിൽ ചെന്ന് ഇവരെ ഏറ്റുമുട്ടാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ചെന്നപ്പോൾ ഉശിരുള്ള കുറെ ചെറുപ്പക്കാരാണ് അവർ ഖവാരിജിയത്തിന്റെ ഭാഗത്ത് അദ്ദേഹം കണ്ടിരുന്നത്. ഖവാരിജിയത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വഭാവം ഒന്ന് അവർ ചെറുപ്പമുള്ള ആവേശത്തിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരായിരിക്കും. രണ്ടാമത്തേത് സുഫഹാഉൽ അഹ്ലാം. പിന്നെ അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ എന്നാണ് അർത്ഥം. സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, സുഫഹ എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ എന്നാണ് അർത്ഥം. അതിന്റെ വിശദീകരണം ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാണ്, ഈ സുഫഹ എന്നത് പറഞ്ഞത് അർത്ഥാക്കുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത സ്വപ്നങ്ങൾ കാണുന്ന, പൊട്ട സ്വപ്നങ്ങൾ കാണുന്നവരും അതുപോലെ തന്നെ യുവത്വ പ്രായത്തിലുമുള്ള ആളുകളായിരിക്കും ഖവാരിജിയത്തിന്റെ ആളുകളായിട്ടുണ്ടാവുക. ഈ സംഭവത്തെ ഇമാം നബവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതുപോലെ ഈ പറയുന്ന സംഗതികളൊക്കെ ഒന്ന് തസബ്ബുത്ത്, ദീനിൽ ഒരു അവഗാഹം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഖുവ്വത്തുൽ ബസീറ, ഉൾക്കാഴ്ചയുടെ ശക്തി എന്ന് പറയുന്നത് തകൂനു ഇൻദ കമാലി സിൻ, അതൽപ്പം പ്രായമൊക്കെ എത്തുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വകസറത്തു തജാറുബി വഖുവത്തുൽ അഖൽ, ബുദ്ധി സ്ഥിരപ്പെടുന്നതും അവഗാഹം നേടാൻ സാധിക്കുന്നതും ചിന്ത ഉറക്കുന്നതും ഒക്കെ ആയത് അത് ഒരു മിനിമം ഒരു പ്രായമൊക്കെ എത്തുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ എല്ലാ പ്രവാചകന്മാർക്കും നുബുവത്ത് കിട്ടിയിരുന്ന പ്രായം 40 ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പിന്നെ കസറത്തു തജാറുബ് വേണം, നല്ല പരിചയ സമ്പത്ത് വേണം. അങ്ങനെ പരിചയ സമ്പത്തും ഉൾക്കാഴ്ചയും ഒക്കെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായും അല്പം പ്രായം കഴിയണം. അപ്പൊ ഒരു നേതൃത്വം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഇങ്ങനെ പരിചയ സമ്പത്തുള്ള, ദീനിൽ അവഗാഹം നേടാൻ അവസരം കിട്ടിയിട്ടുള്ള, അങ്ങനെ ഇടപെട്ട് പരിചയമുള്ള ആളുകളായിരിക്കണം. എന്നാൽ ഖവാരിജിയത്തിൽ അങ്ങനെ ആയിരിക്കില്ല. അവരുടെ നേതൃത്വം എന്ന് പറയുന്നതും അവരുടെ അണികൾ എന്ന് പറയുന്നതും ഒക്കെ ചെറുപ്രായക്കാരായ ഉശിരുള്ള ചെറുപ്രായക്കാരായിരിക്കും. ഒപ്പം പൊട്ട ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന നിലയിൽ പൊട്ട സ്വപ്നം കാണുന്ന ആളുകളും ഒക്കെ ആയിരിക്കുമെന്ന്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഇബാദത്തിന്റെ കാര്യത്തിൽ അങ്ങേറ്റം കഠിന പരിശ്രമം നടത്തുന്ന ആളുകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയാണ്, ലൈസ ഖിറാഅത്തുകും, നിങ്ങൾ ഒരു വിഭാഗം ആളുകൾ ഖവാരിജികൾ വരുമ്പോൾ നിങ്ങൾ അവരെ കാണും. അവരുടെ പ്രത്യേകത എന്താണ്? ലൈസ ഖിറാഅത്തുകും ഇലാ ഖിറാഅതിഹിം ബിശൈഇൻ,
അവരുടെ ഖുർആൻ പാരായണം നിങ്ങൾ ഖുർആൻ പാരായണം തട്ടിച്ചു നോക്കിയാൽ നിങ്ങൾ ഖുർആൻ പാരായണം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ വലാ സ്വലാത്തുകും ഇലാ സ്വലാത്തിഹിം ബിശൈഇൻ, നിങ്ങൾ നിസ്കാരം അവരുടെ നിസ്കാരം വെച്ച് നോക്കിയാൽ നിങ്ങൾ നിസ്കാരം ഒന്നുമല്ലാതെ ആയിരിക്കും. വലാ സുയാമുകും ഇലാ സുയാമിഹിം ബിശൈഇൻ, അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തമ്മിൽ തമ്മിച്ചാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ലാതെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഹ്കിറു അഹദുക്കും, നിങ്ങൾ ഒരാൾക്ക് സ്വയം ഇങ്ങനെ ആത്മനിന്ദ തോന്നും, ഒരു കുറച്ചിൽ തോന്നും, അവർക്ക് സ്വയം ഒരു എന്താ നമ്മൾ പറയാ ഒരു സ്വയം തന്നെ അപകർഷതാബോധം നമ്മൾ പറയും. അപകർഷതാബോധം സ്വഹാബികളെ നിങ്ങൾക്ക് തോന്നും. ഖവാരിജികളുടെ നിസ്കാരം കണ്ടാൽ സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസിയാമഹു മഅ സിയാമിഹിം, അവരുടെ നോമ്പും അവരുടെ നിസ്കാരവും അവരുടെ ഖുർആൻ പാരായണവും ഒക്കെ കണ്ടാൽ സ്വഹാബത്തിന് വരെ എന്ത് തോന്നും, ഒരു പിന്നെ അപകർഷതാബോധം തോന്നുമാറ്, അവരെ സങ്കടപ്പെടുത്തുമാറ് വിവാദത്തിന്റെ വിഷയത്തിൽ ഭയങ്കര കണിശതയുള്ളവരായിരിക്കും. നിസ്കാരത്തിന്റെ വിഷയം അത് ഈ പിന്നെ പ്രവാചകന്റെ അരികിലേക്ക് വന്ന വ്യക്തിയെ കുറിച്ച് കണ്ടതിന്റെ ശേഷം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരണങ്ങളിൽ പോലും അത്തരം സംഗതികളുണ്ട്. അങ്ങനെ ദീനിന്റെ വിഷയങ്ങളൊക്കെ ഭയങ്കര കണിശമായി പാലിക്കുന്നവരെന്ന് തോന്നുന്ന നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ഒക്കെ വിഷയത്തിൽ നിങ്ങൾക്കൊന്നും പരിസരത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് തോന്നുമാറ് വിവാദത്തിന്റെ വിഷയത്തിൽ അവർ കഠിന പ്രയത്നം നടത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നെഹ്റുവാനിലെ ഈ ഖവാരിജികളെ കാണാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവർ അവിടെ ഒരു യുവാക്കളുടെ കൂട്ടം ഇബാദത്തിൽ പിന്നെ കർമാനുഷ്ഠരായി നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു കുളിർമ അല്ലെങ്കിൽ അതിലുള്ള ഒരു ആകർഷണീയത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫലൈസ മിൻകും അഹദും മിൻഹും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും സഹാബി ഇല്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തീർത്ത് പറഞ്ഞു. അല്ല, അങ്ങനെയാണ് ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അടുത്തൊരു പോയിന്റ് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഖുർആൻ അങ്ങനെ യഖറഊനൽ ഖുർആൻ യഹ്സബൂന അന്നഹു ലഹും വഹുവ അലൈഹിം, അവർ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ യഖറഊനൽ ഖുർആന ലാ യുജാബിറു തറാഖിഹിം, അവർ ഓതുന്ന തൊണ്ടയുടെ കീഴ്പട്ടേക്ക് അവരുടെ ഖുർആൻ ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല, ആ ആശയത്തെ ഉൾക്കൊള്ളാൻ അവർ ശ്രമിക്കുകയില്ല. ഈ ഖുർആൻ ഇറങ്ങിയ ഒന്നാമത്തെ സമൂഹം അത് സ്വഹാബികളാണ്, പിന്നീട് താബിഈകളാണ്. ഈ വിഭാഗക്കാരൊക്കെ ഈ ആയത്ത് എങ്ങനെയാണ് പ്രവാചകനിൽ നിന്ന് പഠിച്ചത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയില്ല. മറിച്ച് ഖുർആൻ അവർ നന്നായി പാരായണം ചെയ്യും. അവർ ശരിക്കും ഖുർആനിലേക്കാണ്, ഖുർആനാണ് പരിഹാരം എന്നാണ് അവർ പറയുക. ഖുർആനിലെ വിധിവിലക്കുകളാണ് നമ്മുടെ എല്ലാം തീരുമാനിക്കേണ്ടത് എന്നാണ് അവർ പറയുക. പക്ഷെ അതിനോട് പ്രതിബദ്ധത ഉണ്ടാകില്ല, കാരണം അവർ ശരിയായ വിധത്തിൽ അത് മനസ്സിലാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ യഖറഊനൽ ഖുർആന യഹ്സബൂന അന്നഹു ലഹും, ഒരായത്ത് ഇങ്ങനെ ഓതിയാൽ അവർ വിചാരിക്കും ഇത് അവർക്ക് വേണ്ട ആയത്താണ്, ഇത് അവരുടെ നിലപാടിനെ സാധൂകരിക്കുന്ന, അവരെടുക്കുന്ന നിലപാടുകളെ ശക്തിപ്പെടുത്തുന്ന, അവരെടുക്കുന്ന നിലപാടുകൾ ശരിയെന്ന് പറയുന്ന ആയത്തുകളാണ് എന്നാണ് അവർ കരുതുന്നത്. യഥാർത്ഥത്തിൽ വഹുവ അലൈഹിം, അത് അവർക്കെതിരെയായി ഖുർആൻ ഇറക്കിയ ആയത്താണ് എന്ന് പോലും അത്തരം ആളുകൾക്ക് മനസ്സിലാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാഫിറുകളുടെ വിഷയത്തിൽ ഖണ്ഡിതമായി അല്ലാഹു ഇറക്കിയ ആയത്തുകൾ പൂർണ്ണമായും മുസ്ലിമായ ആളുകളുടെ വിഷയത്തിലുള്ള ഹുക്കുമുകളായി അവർ എടുത്തു പറയും, എന്നിട്ട് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും. നോക്കൂ, ഇത്തരം സംഗതി ഇനിയും വിവരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രം എടുത്തുന്നേ ഉള്ളൂ. ഇത് നോക്കൂ നിങ്ങൾ, മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ യുവാക്കളാണ്, അതുപോലെ തന്നെ ഇബാദത്തിന്റെ വിഷയത്തിൽ കണിശരാണ് എന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അവർ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരാണോ ശരിയായ പാതയിലാണോ എന്ന് തിട്ടപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങളല്ല എന്നുള്ളതാണ്. ഇപ്പൊ സമീപകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഉണ്ട്, അവരെന്താണ് ആ ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആളുകൾ പറയാ അവരുടെ ഒരു വിഭാഗത്തിന്റെ ഒരു പരിശുദ്ധത, അവരുടെ ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തഖ്വ, അവരുടെ ഒരു നിസ്കാരം, ക്ലാസിന്റെ ഒരു ഭംഗി, അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഈമാനികമായ ഒരു മാധുര്യം, അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു സംഘത്തിന്റെ ശരിയായ പാതയെയും അവർ സിറാത്തുൽ മുസ്തഖീമിലാണോ എന്ന് പരിശോധിക്കേണ്ട മാനദണ്ഡം. ഇങ്ങനെയൊക്കെ വിഭാഗക്കാരായ അവർ നന്നായി പാരായണം ചെയ്യും. റസൂൽ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളുടെ നിസ്കാരവും നോമ്പും അവരുടെ നിസ്കാരത്തെയും നോമ്പിന്റെയും ഖിറാഅത്തിന്റെയും അടുത്ത് പോലും എത്തില്ല എന്ന് പ്രവാചകന്റെ സ്വഹാബികൾക്ക് പോലും ഒരു അപകർഷത ബോധം തോന്നുമാറ് അവർ ആ വിഷയത്തിൽ നന്നായി പ്രവർത്തിക്കും. പക്ഷെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യംറുകൂന മിനൽ ഇസ്ലാം മുറൂഖ സഹമി അർറമിയ,
ഒരു അമ്പെയ്ത്തുകാരൻ തന്റെ ഇരയുടെ മേലേക്ക് ലക്ഷ്യം വെച്ച് അത് പറപ്പിച്ചു വിട്ട് അതങ്ങനെ പോയി ചെന്ന് തറക്കുന്നത് പോലെ ദീനിൽ നിന്ന് അവർ പുറത്തു പോയിട്ട് എന്നിട്ട് ചില ഹദീസ് റിപ്പോർട്ടിലൊക്കെ കാണാം ആ ഇരയിൽ നിന്ന് അമ്പ് തിരിച്ച് വില്ലിലേക്ക് തിരിച്ചു വരിക എന്നത് എത്രമാത്രം അസംഭവ്യമാണ്, അത്രമാത്രം അസംഭവ്യമാണ്. ഇത്തരം ആളുകൾ ആ ആദർശം തിരിച്ച് ഇസ്ലാമിലേക്ക് വരിക എന്ന അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഇത്തരം പിന്നെ പുറമേനികളും പിന്നെ അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പകരുന്ന കൂട്ടത്തിന് പകർന്നു കൊടുക്കുന്ന ഈ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരു വിഭാഗത്തെ അവർ ശരിയാണോ, അവർ ശരിയായ പാതയിലാണോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. മറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സ്വഹാബികളുടെ ആശയത്തോട് പിന്തുടർച്ച അവർക്ക് പറയാൻ പറ്റുമോ, സ്വഹാബികൾ എടുത്ത തീരുമാനത്തിന്റെ ഒരു പിന്തുടർച്ച അവർക്ക് പറയാൻ പറ്റുമോ എന്നത് പരിശോധിക്കണം. ഖുർആനും ഹദീസും ഒരിക്കലും നമുക്ക് മനസ്സിലാകുന്നത് പോലെ അതിന്റെ വിധിവിലക്കുകളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. സുഫീൻ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം അവർ പ്രഖ്യാപിച്ചു അല്ലാഹുവിനല്ലാതെ ഇതിൽ ഹുക്ം ഇല്ലാ ലില്ലാ എന്ന ആയത്ത് പ്രഖ്യാപിച്ചപ്പോൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞ കാര്യം കലിമത്തു ഹഖ്, അത് സത്യമാണ് പറഞ്ഞത്, അത് ഖുർആനിലെ വാചകമാണ്, അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആദർശം. ഉരീദ ബിഹിൽ ബാത്തിൽ. പക്ഷേ ഈ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന ആശയം അർത്ഥം എന്ന് പറയുന്നത് അത് ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം എന്താണ്? അവർ മനസ്സിലാക്കിയതുപോലെ സ്വഹാബികൾ ആ ആയത്തിനെ മനസ്സിലാക്കിയിട്ടില്ല. അവർ വിശദീകരിച്ചതുപോലെ ആ പ്രമാണത്തെ സ്വഹാബികൾ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സലഫുകളുടെ പിൻബലമില്ലാത്ത ഒന്നും ദീനിൽ നിലനിൽക്കുന്നതല്ല. അവരെത്ര തന്നെ ഭംഗിയിൽ ദീൻ ആചരിക്കുന്നു എന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് നമുക്കത് പിൻപറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് എന്നതിൽ തർക്കമില്ല. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്തുലൂനൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളെ കൊല്ലും, മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യും. വയദഉ അൽ ഔസാൻ, വയദഉ മാ യഅബ്ദൂന അൽ ഔസാൻ, ബിംബങ്ങളെ ആരാധിക്കുന്നവരെ അവർ വിട്ടേച്ച് കളയും. എന്നിട്ട് മുസ്ലിമീങ്ങളെ വധിക്കും. ഇത് ഖവാരിജികളുടെ പ്രധാനപ്പെട്ട സ്വഭാവം. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ സംഭവത്തെ പിന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖവാരിജിയത്തിനെ കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞത് ഏറ്റവും കൊടിയ ആക്ഷേപം ഇതാണ് എന്നാണ്. അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുമായി ബഹുദൈവ ആരാധകരോട് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യവും അമർഷവും ഈർഷ്യതയും ഒക്കെ ശത്രുതയും ഒക്കെ അവർ വെച്ചു പുലർത്തുക മുസ്ലിമീങ്ങളോടാണ്. കാരണം മുസ്ലിമീങ്ങളായ ഇത്തരം ആളുകളൊക്കെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ അല്ലാത്ത സ്വഹാബികളെ അംഗീകരിക്കുന്നവർ തന്നെ ദീനിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് മനസ്സിലാക്കുന്നവർ അവരോട് കാണിക്കുന്ന ദേഷ്യം ആദർശപരമായ ഈർഷ്യതയും പിന്നെ വിശദീകരിക്കേണ്ടതില്ലല്ലോ എന്ന. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഖവാരിജിയത്ത് നമ്മുടെ നാട്ടിലുണ്ടോ, ഇക്കാലഘട്ടത്തിലുണ്ടോ എന്നതാണ്. ഇനിയും വിശാലമായി പഠിക്കേണ്ട ഇവരുടെ ഒരുപാട് പിന്നെ വിഘടിതമായ വാദവും അവരുടെ പിഴച്ച വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ സംഗ്രഹിച്ച് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുകയാണ്. ഈ ഖവാരിജികൾ എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിൽ ഉണ്ടോ, അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് ഉണ്ടായി, പിന്നെ അതിന് വളർച്ച ഉണ്ടായിട്ടുണ്ടോ, ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്നതാണ് പിന്നീട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഈ ഖവാരിജിയത്ത് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരു സുസ്ഥിരമായ നടത്തിപ്പിനെ തന്നെ വലിയ അളവിൽ ചോദ്യം ചെയ്ത് നിർഭയത്വം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പേരുകളിലാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള മുഫ്തി അൽ ആം ആയിട്ടുള്ള ആലു ശൈഖ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അറഫ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഖവാരിജിയത്തുൽ അസ്ർ, ഇക്കാലഘട്ടത്തിലെ ഖവാരിജികൾ എന്ന് പറയുന്നത് അത് ദാഇശ് ആണ് അഥവാ ISIS ആണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഏറ്റവും സംഘടിതമായി പ്രവർത്തിക്കുന്ന ഖവാരിജിയത്ത് അത് ISIS ആണ്. അതിന്റെ തീപ്പെട്ടി ഇങ്ങോട്ട് ഖവാരിജിയത്തിന്റെ ആദർശം പേറുന്ന ഒരുപാട് വിഭാഗം ആളുകൾ ഇസ്ലാമിക രാജ്യത്തെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ അടുത്ത പിന്നെ പതിറ്റാണ്ടുകളിലൊക്കെ നമ്മുടെ നാട്ടിലടക്കം വളരെ വലിയ ചർച്ച ചെയ്ത ഇസ്ലാമിക രാജ്യങ്ങളുടെ മുഴുവൻ സുസ്ഥിരതയും കെടുത്തിക്കളഞ്ഞ വിപ്ലവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. മുല്ലപ്പൂ വിപ്ലവങ്ങൾ എന്നൊക്കെ പറയുന്ന പല പേരിലും കൊണ്ടാടപ്പെട്ട ആഘോഷിക്കപ്പെട്ട നമ്മുടെ നാട്ടിലടക്കം ആഘോഷിക്കപ്പെട്ട പല വിപ്ലവങ്ങളും യഥാർത്ഥത്തിൽ അതിന്റെ ഒക്കെ ചുവടും പേരും നിൽക്കുന്നത് ഈ ഖവാരിജിയത്തിന്റെ ചിന്തകളിലാണ്. ഒരു ഭരണകൂടത്തിനെതിരെ തിരിയുക എന്നവർ ഭരണകൂടത്തെ തിരുത്താൻ പാടില്ല എന്നോ ഭരണകൂടത്തിന്റെ തെറ്റുകൾ പറയാൻ പാടില്ല എന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. പക്ഷെ അതിനൊക്കെ ഇസ്ലാമികപരമായി തന്നെ പാലിക്കേണ്ട മര്യാദകളുണ്ട്.
വീട്ടിലുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഗുണകാംക്ഷ രീതിയല്ല നാട്ടിലുള്ളവരോട് നമ്മൾ കാണിക്കേണ്ടത്. ആ നാട്ടിലുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഗുണകാംക്ഷ രീതിയല്ല നാട്ടിലെ പ്രഗത്ഭരോട് നമ്മൾ കാണിക്കുക. ആ ഗുണകാംക്ഷ രീതിയല്ല മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം നൽകുന്ന ഉമറ അല്ലെങ്കിൽ ഉമറാക്കളോട് അല്ലെങ്കിൽ അമ്രിനോട് നമ്മൾ കാണിക്കുക. അതിനൊക്കെ വ്യത്യസ്തങ്ങളായ രീതിശാസ്ത്രങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിശാസ്ത്രങ്ങൾക്കകത്ത് നിന്ന് അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്താനും ഉണർത്തുകയും ചെയ്യുന്നതൊക്കെ ഇസ്ലാം ഒരിക്കലും എതിർത്തിട്ടില്ല. പക്ഷേ അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുക, ഭരണാധികാരികൾക്കെതിരെ ഒരു മോശം ചിത്രം പരത്താൻ വേണ്ടി മെനക്കെട്ട് പണിയെടുക്കുക, എന്നിട്ട് അവർക്കെതിരെ സംഘടിതമായ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ സുസ്ഥിരാവസ്ഥയെ തകർക്കുമെന്നത് ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ മുന്നിൽ പാഠമായിട്ടുണ്ട്. തുനീഷ്യ പോലെയുള്ള ലബനാനൊക്കെ പോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ പറഞ്ഞ വിപ്ലവങ്ങളുടെ മുമ്പുണ്ടായിരുന്ന അവിടുത്തെ ഒരു ഭരണാധികാരി ദുഷിച്ച സ്വഭാവമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കുണ്ടായിരുന്ന ഒരു സുസ്ഥിരതയും അതിനുശേഷം വന്നിട്ടുള്ള അവരുടെ ഒരു ഭൗതിക സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസവും ഒക്കെ ഈ നിലയ്ക്ക് ഖവാരിജിയത്ത് ഇസ്ലാമിന് ഉണ്ടാക്കി തീർക്കുന്ന അപകടത്തിന്റെ ഭാഗങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അത് വ്യത്യസ്തങ്ങളായ പേരുകൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇബാദിയാക്കൾ പോലെ ഷിയാക്കളിലെ ഒരു വിഭാഗമാണ് ഇബാദിയാക്കളെ പോലെയുള്ള അത്തരം വിഭാഗങ്ങളൊക്കെ ഈ ഖവാരിജിയത്തിന്റെ നല്ലൊരു അംശം അത് സ്വാംശീകരിച്ച് അത് ആദർശമായി തന്നെ പ്രവർത്തിക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗക്കാരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഖവാരിജിയത്തിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നും നമ്മളിൽ വരാതിരിക്കാനുള്ള സൂക്ഷ്മത എന്തായാലും നമ്മൾ കാണിക്കണം. ഒരു മുസ്ലിമിന് ഒരിക്കലും നമ്മൾ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. ചെറുപാപങ്ങളോ വലിയ പാപങ്ങളോ സംഭവിക്കുന്നതോടുകൂടെ ഒരാളും ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അത് അവന് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും ഇനി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തിട്ടില്ലെങ്കിൽ പോലും റബ്ബ് പുറത്തു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ട് ഒരു തിന്മയും ഒരാളെയും ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാറായി മാറ്റി തീർക്കുന്നില്ല ശിർക്കും കുഫറും അല്ലാതെ. അതുകൊണ്ട് അത് സംഭവിച്ചു എന്ന് വ്യക്തമായി ബോധ്യപ്പെടാത്ത ഒരു മനുഷ്യനെയും നമ്മൾ ശിർക്കും കുഫറും ആരോപിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് സംഭവിച്ചു എന്ന് പറയാനോ പാടില്ല. ഒരു മുസ്ലിമും വധിക്കപ്പെടാനും പാടില്ല. ഈ ദാഇശ് പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ IS എന്ന് പറയുന്ന വിഭാഗം അവർ ഖവാരിജിയത്തുൽ അസ്റാണ് എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവും ഉദാഹരണവുമായിരുന്നു. അവർ പ്രോജ്വലിച്ച് നിന്നിരുന്ന സമയത്ത് അവർ ബോംബിട്ടതും വർഷിച്ചതും നശിപ്പിച്ചതും നാടുകൾക്കെടുത്ത് പരിശോധിച്ചാൽ അത് മദീനയാണ്, അത് മക്കയാണ്, അത് കുവൈത്താണ്, അത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇസ്രായേലും അതുപോലെ തന്നെയുള്ള ശക്തികളും ഒക്കെ നിൽക്കുന്നിടത്ത് ഒരു ചെറു സൈനിക അനക്കം പോലും ഇത്തരം ആളുകൾ ഉണ്ടാക്കിയിട്ടില്ല. അവര് ബോംബിട്ടതും കൊന്നതും അതുപോലെ തന്നെ ചാവേർ ആക്രമണം നടത്താൻ പ്രതീക്ഷിച്ചതും ശ്രമിച്ചതും മസ്ജിദുൻ നബവി അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവിയെ ഉദ്ദേശിച്ച് വരുന്ന ഹാജിമാരെയും അവിടേക്ക് വരുന്ന മുസ്ലിമീങ്ങളെയും അടക്കം വധിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചത്. കാരണം അവരെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയ ശത്രുക്കളായി കാണുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അത് പിന്തുടർന്ന് വന്നുകൊണ്ടാണ് അവർ ചെയ്തത്. അതുപോലെ അവരുടെ ആശയത്തിന്റെ അകത്ത് നിൽക്കുന്നവരല്ലാത്ത മുഴുവൻ ആളുകളും അവരൊക്കെ പിന്നെ കുഫർ സംഭവിച്ചവരാണ് എന്ന് പ്രഖ്യാപിക്കാൻ മടി കാണിക്കാതിരിക്കുക. അതൊക്കെ ഖവാരിജികളുടെ സ്വഭാവമാണ്. ഈ രൂപത്തിൽ നമ്മൾ ഒരു 4-5 സ്വഭാവങ്ങൾ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്നുള്ളവർ ഖവാരിജികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില വിഭാഗം ആളുകളുണ്ട്, ഭയങ്കര പിന്നെ ദീനിൽ ഉലുവ് കാണിക്കുന്ന വിഭാഗം ആളുകളുണ്ട്, സംഘടിതമായ വിഭാഗം ആളുകൾ തന്നെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ദാസുൽ അസ്നാൻ പ്രായം കുറഞ്ഞവരാണ് അവരുടെ നേതൃത്വത്തിലുള്ളത്. അതുപോലെ തന്നെ പൊട്ടബുദ്ധികൾക്ക് പറയുകയും അസ്ഥാനത്ത് പ്രമാണങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന വിഭാഗം ആളുകളാണ്. പക്ഷെ അവരെ നമുക്ക് ഖവാരിജികൾ എന്ന് പറയാൻ പാടില്ല. അവർക്ക് ഖവാരിജിന്റെ ഒരു സ്വഭാവമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഖവാരിജിയത്ത് നമുക്ക് ആരോപിക്കാനും അത് ഉണ്ട് എന്നും പറയാനൊക്കെ പറ്റുക. ഈ പറഞ്ഞ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളും ആദർശവുമാകുന്ന 2-3 കാര്യങ്ങൾ ഒരു വിഭാഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ അവർ അതിന്റെ ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നൽകേണ്ട ഗുണപാഠം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ അടയാളങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ദീനിനകത്തൊക്കെ തന്നെയുള്ള അടയാളങ്ങളാണ്. പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് അവരുടെ ആദർശത്തിലെ സുരക്ഷിതത്വത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനും ഹദീസും നമ്മൾ അത് പാരായണം ചെയ്യുകയും അതിന്റെ വക്താക്കളാകുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് നമുക്ക് ഉണ്ടാകേണ്ട ഒരു മഹിമ അത് മനസ്സിലാക്കുന്നിടത്തും അത് പ്രാവർത്തികമാക്കുന്നിടത്തും ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എന്ത്
പറഞ്ഞോ എന്ന് മനസ്സിലാക്കിയോ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാനുള്ള കണിശതാബോധം നമുക്കുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. റഹ്മാനായ റബ്ബ് ഫിർഖത്തുൻ നാജിയ എന്ന് പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ പിന്നെ ത്വായിഫത്തുൻ മൻസൂറ എന്നൊക്കെ വ്യത്യസ്തങ്ങളായ പേരിൽ പരിചയപ്പെടുത്തിയ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാനും അങ്ങനെ തന്നെ മരണപ്പെടാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു വീട്ടിലെ ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫളൽ കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ നോമ്പും റമളാനിലെ നോമ്പും നിസ്കാരവും ഒക്കെ ഞങ്ങളിൽ നിന്നൊരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നോമ്പുകാരിൽ ഉൾപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖുർആനിന്റെ ആളുകളായി ആ നിലക്ക് അല്ലാഹുവിന്റെ ആളുകളായി മാറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു